വോട്ട് എവിടെ നിന്നായാലും വേണമെന്നതാണ് സിദ്ധാന്തം. അങ്ങനെയാണ് എങ്കിൽ ന്യൂനപക്ഷത്തു നടന്നില്ലെങ്കിൽ അത് ഭൂരിപക്ഷത്ത് നിന്ന് എന്ന തീരുമാനത്തിലേക്ക് സ്ട്രാറ്റജി ചേഞ്ച് ഉണ്ടാകും. സ്വാഭാവികമാണ്, വോട്ട് എവിടെ നിന്നെങ്കിലും വേണം. അപ്പോൾ ആ നിലയ്ക്കാണ് വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് പരാമർശമുണ്ടാക്കി രണ്ട് സമുദായങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല എന്ന ചിന്ത മനുഷ്യരിലേക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കും, മലബാർ മേഖലയിൽ തീയ മുസ്ലിം കമ്മ്യൂണിറ്റി ജീവിക്കുന്നത് എങ്ങനെയാണ്, എത്ര സൗഹാർദ്ദത്തോടെ കൂടിയാണ്. നോക്കൂ, നമുക്ക് നമ്മുടെ പേരുകളിൽ തന്നെ എത്ര സൗഹാർദ്ദമുണ്ടായിരുന്ന ഒരു കാലം നമ്മുടെ ഓർമ്മയിലുണ്ട്. നമ്മൾ അത് കണ്ട് വളർന്നവരാണ്. നമ്മൾ മുല്ല എന്ന് പേരിടുന്ന മനുഷ്യൻ, മലയാളത്തിൽ മുല്ല എന്ന് പേരിടുന്ന മനുഷ്യന്മാരും ആ സമുദായത്തിൽപ്പെടുന്ന മനുഷ്യരും നമുക്കുണ്ടായിരുന്നു. ആ നിലയ്ക്ക് സൗഹാർദ്ദാന്തരീക്ഷത്തിൽ ജീവിച്ച മനുഷ്യർ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയമായി പരിണമിക്കുക എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മതധ്രുവീകരണം കുത്തിവെക്കപ്പെട്ട മനുഷ്യന്മാരായി മാറുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. നോക്കൂ, ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുന്നത് ചുംബനം കൊണ്ടാണ്. അത് വളരെ മനോഹരമായതും സ്നേഹത്തിൻ്റെ പ്രസരണവുമായും നമ്മൾ കാണുന്ന ഒന്നാണ്. പക്ഷേ അത് നൽകിയ വേദന കുരിശേറ്റത്തിൻ്റെതാണ്. പങ്കുവയ്ക്കുന്ന മധുരത്തിന് ആ കുരിശേറ്റം കാത്തിരിപ്പുണ്ട് എന്ന ജാഗ്രതയുണ്ടായാൽ നന്നായിരിക്കും.